ചരിത്രം പലപ്പോഴും പലർക്കും മുന്നിലും വഴിമാറി നടന്നിട്ടുണ്ട്. എന്നാൽ ചിലരുണ്ട് ചരിത്രത്തെ തങ്ങളുടെ കാഴ്ചയിലാക്കാൻ ജനിച്ചവർ. ഭൂമിയിലെ സകല ഫുട്ബോൾ റെക്കോർഡുകളെയും തച്ചുടച്ചുകൊണ്ട് അയാൾ അവതരിച്ചിരിക്കുന്നു. അതെ, ലോകകപ്പിൻ്റെ വൻകരകളിൽ ഇപ്പോൾ ഉയരുന്നത് ഒരേ ഒരു പേര് മാത്രം: ലയണൽ ആന്ദ്രേസ് മെസ്സി. ഇതാ തൻ്റെ 200-ാം അന്താരാഷ്ട്ര മത്സരത്തിൽ അൾജീരിയക്കെതിരെ ആ വിശ്വരൂപം നമ്മൾ വീണ്ടും കണ്ടു. ഗ്രൗണ്ടിൻ്റെ പകുതിയിൽ നിന്ന് പന്തുമായി കുതിച്ചു പാഞ്ഞു ഡിഫൻഡർമാരെ കാഴ്ചക്കാരാക്കി മെസ്സി തൊടുത്ത ആ കേളി ശക്തി ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ ഹാട്രിക്കിലൂടെ ഫുട്ബോൾ ലോകത്തെ സകല സിംഹാസനങ്ങളും അയാൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മനുഷ്യനും എത്തിപ്പിടിക്കാത്ത ആകാശത്താണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. 6 ലോകകപ്പുകളിൽ പങ്കെടുത്ത ലോകത്തിലെ ആദ്യത്തെ താരം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ജർമ്മൻ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയോടൊപ്പമാണ് ഇപ്പോൾ ലയണൽ ആന്ദ്രേസ് മെസ്സി. അതുമാത്രമല്ല, ഗോൾ അടിക്കുന്നതിലും ഗോൾ അടിപ്പിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷനുള്ള ഒരേ ഒരു രാജാവ്. ലോകം അയാളെ വെറുതെയല്ല ഗോട്ട് എന്ന് വിളിക്കുന്നത്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്നാൽ ഈ കിരീടങ്ങളിലേക്കും റെക്കോർഡുകളിലേക്കും ലയണൽ മെസ്സി നടന്നു കയറിയത് ഒരു പൂമെത്തയിലൂടെ ആയിരുന്നില്ല. കനൽ വഴികളിൽ ചോരയൊരുക്കിയായിരുന്നു ആ യാത്ര. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ പഴയ 11 വയസ്സുകാരൻ പയ്യനെ? ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം ബാധിച്ച് വളർച്ച മുരടിച്ച് ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ കൊച്ചു ലിയോയെ ചികിത്സിക്കാൻ പണമില്ലാതെ മാതാപിതാക്കൾ അലഞ്ഞപ്പോൾ, ജന്മനാട് പോലും കൈവിട്ടപ്പോൾ, ഒടുവിൽ ബാഴ്സലോണയുടെ ഒരു ടിഷ്യൂ പേപ്പർ കരാറിലാണ് ജീവൻ തുന്നിച്ചേർത്തത്. അവിടെയും തീർന്നില്ല വിധി അതിക്രൂരമായി വേട്ടയാടിയ നിമിഷങ്ങൾ. അർജൻറ്റീനയുടെ വെള്ളയും നീലയും കുപ്പായമണിഞ്ഞ് അയാൾ കളത്തിലിറങ്ങുമ്പോൾ രാജ്യം കാത്തിരുന്നതും മറ്റൊരു മറഡോണയായിരുന്നു. എന്നാൽ മെസ്സിക്ക് കിട്ടിയത് കണ്ണീരും പരാജയങ്ങളും മാത്രം. 2014 ബ്രസീൽ ലോകകപ്പ് ഫൈനൽ. ജർമ്മനിക്ക് മുന്നിൽ കിരീടം നഷ്ടപ്പെട്ട് ആ സ്വർണ്ണക്കപ്പിലേക്ക് നോക്കി മെസ്സി കണ്ണീരോടെ നിൽക്കുന്ന ആ ദൃശ്യം ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും നെഞ്ചിലെ മായാത്ത വിള്ളലാണ്. തുടർച്ചയായ 3 വലിയ ഫൈനലുകളിലെ തോൽവികൾ. കോപ്പ അമേരിക്കയിൽ പെനാൽറ്റി പാഴാക്കി മൈതാന മധ്യത്തിൽ തകർന്നിരുന്ന മെസ്സിയെ നോക്കി സ്വന്തം നാട്ടുകാർ പോലും ദേശദ്രോഹി എന്ന് വിളിച്ചു. നിനക്ക് ക്ലബിന് വേണ്ടിയല്ലേ കളിക്കാൻ അറിയൂ, രാജ്യത്തിന് വേണ്ടി കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വേട്ടയാടി. ആ അപമാനഭാരം താങ്ങാനാവാതെ നെഞ്ച് തകർന്ന് 2016 അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അതെ, കളി നിർത്തുകയാണെന്ന് പറഞ്ഞ് അയാൾ നടന്നു പോകുമ്പോൾ ഫുട്ബോൾ ലോകം അനാഥമായതുപോലെ തോന്നി. പക്ഷേ സിംഹം എത്ര പരിക്കേറ്റാലും വേട്ടയാടൽ നിർത്താറില്ല. വീണിടത്തു നിന്ന് എഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. സ്വന്തം രാജ്യത്തിൻ്റെ പ്രാർത്ഥനകൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുടെ കണ്ണീരിനും മുന്നിൽ അയാൾക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ മടങ്ങി വന്നു. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ കനലിൽ നിന്നും അയാൾ ചിറകടിച്ചുയർന്നു. പിന്നീട് കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതികാരമായിരുന്നു. ശാപവചനങ്ങളെ കയ്യടികളാക്കി മാറ്റിയ മാന്ത്രികത. 2021 ബ്രസീലിൻ്റെ മണ്ണിൽ അവരുടെ നെഞ്ച് പിളർന്ന് മാരക്കാന സ്റ്റേഡിയത്തിൽ മെസ്സി കോപ്പ അമേരിക്ക കിരീടമുയർത്തുമ്പോൾ ആ കണ്ണുകളിൽ നിന്നൊഴുകിയത് പ്രതികാരത്തിൻ്റെ കണ്ണീരായിരുന്നു. അവിടെയും തീർന്നില്ല. അവിടുന്ന് നേരെ ഖത്തറിൻ്റെ മണലാരുണ്യത്തിലേക്ക്. 2022 ലോകകപ്പ്. ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റു തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു മെസ്സി തീർന്നു എന്ന്. എന്നാൽ അതൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു. മെക്സിക്കോയ്ക്കെതിരെ ആ ബോക്സിന് വെളിയിൽ നിന്നുള്ള ലോങ് റേഞ്ചർ ഓർമ്മയുണ്ടോ? നെതർലൻഡ്സിൻ്റെ ഡിഫൻഡർമാരുടെ കണ്ണു വെട്ടിച്ചു കൊടുത്ത ആ അസിസ്റ്റ് ഓർമ്മയുണ്ടോ? ക്രൊയേഷ്യൻ ഡിഫൻഡർ ഗ്വാഡിയോളിനെ റൈറ്റ് വിങ്ങിലൂടെ വെട്ടിച്ച് കറക്കി തിരിച്ച് അസിസ്റ്റ് നൽകിയ ആ മാന്ത്രിക നിമിഷം ഓർമ്മയുണ്ടോ? ഒടുവിൽ ലുസേൻ സ്റ്റേഡിയത്തിലെ ആ മഹാ ഫൈനൽ. ഫ്രാൻസിനെതിരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. എംബാപ്പയുടെ കരുത്തിന് മുന്നിൽ മെസ്സിയുടെ സിംഹവീര്യം മാറ്റുരച്ച രാത്രി. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആ അവസാന പന്തും വലതുളച്ചപ്പോൾ ലോക ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകം പൂർത്തിയായി. ലയണൽ മെസ്സി എന്ന 10ാം നമ്പർക്കാരൻ ഒടുവിൽ ആ സ്വർണ്ണക്കപ്പിൽ ചുംബിച്ചു. പെലെയും മറഡോണയും സിദാനും റൊണാൾഡോയും വാനരുളിയ ഫുട്ബോളിൻ്റെ ആകാശത്ത് ഇതാ മറ്റെല്ലാവർക്കും മുകളിലായി ഒരു പുതിയ നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു. ലോകകപ്പ് നേടിയിട്ടും പ്രായം 38 കഴിഞ്ഞിട്ടും മെസ്സിയുടെ കാലുകളിലെ മാന്ത്രികതയ്ക്ക് ഒട്ടും മൂർച്ച കുറഞ്ഞില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ 2026 ലോകകപ്പിൽ നമ്മൾ കാണുന്ന ഈ താണ്ഡവം. 35 വയസ്സിന് ശേഷം മാത്രം ലോകകപ്പിൽ 10 ഗോളുകൾ നേടുക എന്നത് പറഞ്ഞാൽ മനുഷ്യസാധ്യമാണോ? ക്രിസ്ത്യാനോ റൊണാൾഡോ, ഡീഗോ മറഡോണ, നെയ്മർ, ഹാരി കെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ കരിയറിലെ ആകെ ലോകകപ്പ് ഗോളുകളേക്കാൾ കൂടുതലാണ് മെസ്സി 35-ാം വയസ്സിന് ശേഷം മാത്രം അടിച്ചു കൂട്ടിയത്. ഇതാണ് ക്ലാസ്. ഇതാണ് ലയണൽ ആന്ദ്രേസ് മെസ്സി.
ഇന്ന് റെക്കോർഡുകൾ മെസ്സിയെ തേടി വരികയല്ല, മറിച്ച് റെക്കോർഡുകൾക്ക് പിന്നാലെ മെസ്സി നടക്കുകയാണ്. 6 ലോകകപ്പ് കളിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ താരമെന്ന ആ റെക്കോർഡ് അത് വെറുമൊരു സംഖ്യയല്ല. 2 പതിറ്റാണ്ടുകാലം ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ ഒരേ പേരിൽ തുടരാൻ കഴിഞ്ഞ ആ അസാധാരണ കഠിനാധ്വാനത്തിൻ്റെ പേരാണ് സാക്ഷാൽ ലയണൽ ആന്ദ്രേസ് മെസ്സി. ഇനി വരും തലമുറയ്ക്ക് ഫുട്ബോൾ എന്താണെന്ന് പഠിക്കാൻ മറ്റ് പുസ്തകങ്ങൾ നോക്കേണ്ടതില്ല. ലയണൽ മെസ്സി എന്ന ഈ 5 അടി 7 ഇഞ്ചുകാരൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി. പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ, അപമാനിച്ചവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ, ലോകത്തിൻ്റെ നെറുകയിലെത്തിയാലും വിനയം കൈവിടാതിരിക്കാൻ അയാൾ നമ്മളെ പഠിപ്പിച്ചു. കാലം ഇനിയും കടന്നു പോകും, പുതിയ കളിക്കാർ വരും, പുതിയ റെക്കോർഡുകൾ പിറക്കും. എന്നാൽ ഈ പച്ചപ്പുല്ലിൽ വിസ്മയം തീർത്ത, പന്തിനെ പോലും പ്രണയിക്കാൻ പഠിപ്പിച്ച ഈ 10-ാം നമ്പറുകാരന് പകരം വെക്കാൻ ഇനി മറ്റൊരു മനുഷ്യൻ ജനിക്കേണ്ടി വരും. കണ്ണുകൾ നിറച്ച് നെഞ്ചിൽ കൈ ചേർത്ത് നമുക്ക് പറയാം, ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന്, നിങ്ങളുടെ കളി കാണാൻ കഴിഞ്ഞതിന് ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ലോങ് ലിവ് ദ കിങ്, ദ റിയൽ ഗോട്ട്, ദ വൺ ആൻഡ് ഓൺലി ലയണൽ ആന്ദ്രേസ് മെസ്സി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.